എങ്ങനെയെങ്കിലും ഒരു ജീവിതോപാധിയായിട്ട് തെരഞ്ഞെടുത്ത ഒരു ഓട്ടോ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സ്റ്റാൻഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്ന ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണ്? ഒരു ബസ്സിലൊരു ഡ്രൈവർ ജോലിയായിട്ടൊരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചൊരു ഡ്രൈവറായിട്ട് ഒരു ബസ്സിൽ ജീവനക്കാരനായാൽ അവിടെ ചോദിക്കുന്നതും ഇത് തന്നെയാണ്, താങ്കളുടെ രാഷ്ട്രീയം എന്താണ്? അപ്പോൾ ഏത് മേഖലയിലും രാഷ്ട്രീയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കുന്ന ചില സമൂഹത്തിൽ ചില ആളുകളുണ്ട്. അതിലൊന്നാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാർക്കും രാഷ്ട്രീയം വേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് അവരവരുടേതായ അവരുടെ മൗലിക അവകാശങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കണം. പക്ഷേ അത് പ്രതിഫലിപ്പിക്കാൻ പാടില്ല, അത് രാഷ്ട്രീയം പുറത്ത് പറഞ്ഞ് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സർവ്വ മേഖലകളിലും ഈ രാഷ്ട്രീയം മാത്രം ഉണ്ടെങ്കിൽ മാത്രം എന്ന് വെച്ചാൽ ഒരു അധികാരമോഹം, അതാണ് രാഷ്ട്രീയത്തിനെ ഇഷ്ടപ്പെടുന്ന ഏകദേശം 80% ആളുകൾക്കും അധികാരമോഹമുള്ളവരാണ്. അവരാണ് ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കുന്നത്. സാധാരണ നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടാൻ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഊഹിക്കുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക അങ്ങനല്ല. പണ്ടാരോ ഒരു പറഞ്ഞതിന്റെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ്, കണ്ട പോക്രികൾക്കും അപരാധ ജീവിതം ജീവിക്കുന്നവനും അങ്ങനെയൊക്കെയുള്ള തെറ്റായ രീതികളിൽ ജീവിച്ചു വരുന്ന, തന്റെ തോന്നിയവാസത്തിൽ ജീവിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ ഒരു തുറുപ്പ് ചൂട്ടാണ് അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. അങ്ങനെയായി മാറിക്കഴിഞ്ഞിരിക്കും. ഇതിനൊക്കെ കാരണക്കാര് ഞാൻ ഈ പറഞ്ഞ വിഭാഗം തന്നെയാണ്. അവർ അധികാരമോഹികളായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ തലമുറകൾ വളർന്നു വരുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ രാഷ്ട്രീയക്കാരുണ്ടാകും. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അത് നല്ല, തെറ്റ് ചെയ്താലും അത് നല്ല കാര്യമായി മാറ്റിയെടുക്കും എന്നുള്ളൊരു ചിന്താഗതി കുഞ്ഞുങ്ങൾക്ക് വരും. അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. ഇന്ന് ഈ രാഷ്ട്രീയത്തിൽ കണ്ടെത്തിയ തോന്നിവാസങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്ന അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളോ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ മേലായ്മ, രാഷ്ട്രീയത്തിലുള്ളവരെല്ലാം മേലാളുകളും മറ്റുള്ളവരെല്ലാം കീഴാളുകളുമായി കാണുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നാട്ടിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതെന്റെ സ്വന്തം അഭിപ്രായമാണ്. ഇത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം. ഇത് ശരിയല്ല. ഒരു ജനാധിപത്യ നാട്ടിൽ അത് ശരിയായ ഇതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം, നമ്മളൊക്കെ അപ്പോൾ അപ്പൂപ്പന്മാരൊക്കെ ആയിരിക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാകും അന്ന് നമ്മുടെ തലമുറയെ തെറ്റിച്ചത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയമാകാം, പക്ഷെ അവരവർക്ക് മതവും ദൈവവിശ്വാസവും ഒക്കെ ഉള്ളതുപോലെ രാഷ്ട്രീയം അവരവരുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. അത് അവരവർക്ക് വോട്ട് ചെയ്യുവാനും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷെങ്കിൽ നമ്മൾ മാത്രമേ ആകാവൂ, മറ്റുള്ളവരാരും ആകരുത്, ആകാൻ പാടില്ല, അവരാരും ജീവിക്കാൻ പാടില്ല, അവരെല്ലാം അവഹേളിച്ച് നമ്മൾ ജീവിക്കൂ എന്നുള്ള ഒരു ഭാഗം രാഷ്ട്രീയത്തിൽ കൊണ്ടുവരരുത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ഇലക്ഷൻ നിൽക്കുവാൻ, സ്ഥാനാർത്ഥിയാകുവാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ആർക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്, ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്, ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. എന്റെ വിശ്വാസം പോലെ തന്നെയാണ് അവരുടെ വിശ്വാസവും. എന്റെ സ്വാതന്ത്ര്യം പോലെ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്റെ മൗലിക അവകാശം അതേപോലെ അവർക്കും മൗലിക അവകാശമുണ്ട് എന്നുള്ളൊരു തത്വത്തിലേക്ക് വരണമെങ്കിൽ നമ്മളൊക്കെ കുറച്ചൊക്കെ